ബി ജെ പി തിരുവനന്തപുരവും തൃശ്ശൂരും പോലെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരിടമാണ്, ഒരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയിലേക്ക് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നേറ്റമായിരുന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ആലപ്പുഴയ്ക്ക്? അല്ല, ആലപ്പുഴയിൽ ബി ജെ പിൻ്റെ BDJS വന്നതോടുകൂടി തന്നെ ആലപ്പുഴ ബി ജെ പിക്ക് ഒരു സ്കോപ്പുള്ള സ്ഥലമായി മാറി. ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സ്കോപ്പുള്ള ഒരു പ്രദേശമായി മാറി. ആലപ്പുഴേൻ്റെ ഒരു നിങ്ങൾ ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഈഴവ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. അവരാണ് CPMൻ്റെ ബാക്ക് ബോൺ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ആ ഒരു CPMന് പിന്നിൽ അണിനിരക്കുക എന്നുള്ളതും പിന്നെ ഗുരുദേവൻ്റെ മതേതര ദർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവരുടെ ലൈൻ. അതിന് ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. ഗുണമെന്ന് വെച്ചാൽ അവിടെയുള്ള എന്താണ്, അവിടെയുള്ള ഈഴവ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ പൊളിറ്റിക്സിൽ അതോടുകൂടി വന്നു. സാധാരണക്കാരെ ഈഴവരുടെ വലിയൊരു അബ്സർജൻസ് ഉണ്ടായി. അതിനു മുമ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വയലാർ രവി, ആശങ്ക ഇങ്ങനെ വന്നുള്ള പൊതുവെ പല തറവാടികളായിട്ടുള്ള ഈഴവരുടെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. അവിടെ സാധാരണക്കാരെ ഈഴവനൊരു അബ്സർജൻസ് സാധ്യമാക്കിയത്. അപ്പം ഗൗരിയമ്മയാണെങ്കിൽ പോലും വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു ഈഴവയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ ഗൗരിയമ്മൻ്റെ ബന്ധങ്ങളൊക്കെ. CK ചന്ദ്രപ്പനാണെങ്കിലും ഒക്കെ വലിയ കുടുംബത്തിലുള്ള പക്ഷേ സാധാരണക്കാരെ ഈഴവനൊരു സൗണ്ട് ഉണ്ടായി കൊടുക്കുന്നതിൽ ശ്രീനാരായണ പ്രസാദിന് ശേഷം വലിയ പങ്ക് വഹിച്ച LDF ആണ്. LDF CPM ആൻഡ് CPI ആണ്. അപ്പം അങ്ങനെ അവർ പോകുന്ന സമയത്ത് എന്ത് സംബന്ധിച്ച് ഈ ഗ്ലോബലൈസേഷനും ഗൾഫ് അണിയൊക്കെ വന്നതോട് കൂടിയിട്ട് അപ്പുറത്തെ മറ്റ് രണ്ട് നായർ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭൂപരിഷ്കരണം വന്നതുകൊണ്ട് സാമ്പത്തികം ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ അറിയാം, പല പിന്നെ തറവാടുകളും ക്ഷയിച്ചു. ഒരു ദയനീയ അവസ്ഥ ഉണ്ട് അവിടെ. അപ്പം അതേസമയം തന്നെ ഈ ഗ്ലോബലൈസേഷൻ ഗൾഫ് ഇതെല്ലാം കൂടി വന്നപ്പം അവിടെ പൊതുവെയുള്ള മറ്റ് രണ്ട് കമ്മ്യൂണിറ്റി, ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് സൗത്തിൽ നല്ല റെപ്രസെൻറ്റേഷൻ ഉള്ള സ്ഥലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കായംകുളം എടുത്ത് നോക്കിയാലും ആലപ്പുഴ സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും അരൂരെടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ നല്ല പ്രസൻസ് ഉള്ളൊരു സ്ഥലമാണ്. എറണാകുളത്തോട് ചേർന്ന് മട്ടാഞ്ചേരിയോടൊക്കെ ഫോർട്ട് കൊച്ചിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ സമയത്ത് വളരെയധികം ഈ ചെമ്മീൻ കയറ്റുമതിയും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരും വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈഴവ കമ്മ്യൂണിറ്റി ഇങ്ങനെ വലിയൊരു പാർട്ടി അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ആ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു മനപ്രയാസം അവർക്കുണ്ടായിരുന്നു. അതൊരു കാര്യമായിട്ടുള്ള മനപ്രയാസമായിരുന്നു. അപ്പോൾ ആ മനപ്രയാസം അങ്ങനെ കിടന്നു. അത് അഡ്രസ്സ് ചെയ്യാൻ വേറെ സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തെ ഒരു വിഷമമെന്ന് വെച്ചാൽ, പരാതി എന്ന് വെച്ചാൽ, ഈഴവ കമ്മ്യൂണിറ്റി മാത്രം ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാം ജാതി നോക്കി വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈഴവർക്ക് അങ്ങനെ പറ്റും. നാരായണ ഗുരുവിൻ്റെ ഒരു സ്വാധീനത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ ജാതി മതം നോക്കി വോട്ട് ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം അത് പൊതുവേ NSS എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ സുവർണ സഭ പറയുന്നത്, അതായത് ജനാധിപത്യം, സെക്യുലറിസം, പിന്നെ സാമുദായിക സന്തുലിതാവസ്ഥ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ നിലനിൽപ്പ്. അപ്പോൾ അതിന് മാറി ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ BDJS എന്നൊരു പാർട്ടി ഉണ്ടാകുന്നു. മോഡി ഒരു വലിയൊരു ആവേശമായി വരുന്നു. അപ്പോൾ BDJSന് SNDP യോഗവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന CPMകാരല്ലാത്ത കോൺഗ്രസിനോട് അനുഭാവമുള്ള ആളുകളാണ് ആദ്യം BDS ചേർന്നത്. നിങ്ങൾ ആ BDSൻ്റെ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ മതി. പഴയ CPMമാരായിരുന്നില്ല, പഴയ കോൺഗ്രസ് അനുഭാവമുള്ള ആളുകളായിരുന്നു. ആരൂരാണെങ്കിലും എല്ലാം മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊരു വലിയ രീതിയിൽ മുന്നേറ്റമാണ്. പക്ഷേ അത് സുഷാറിനൊരു കേന്ദ്രമന്ത്രി സ്ഥാനമൊന്നും കിട്ടാത്തതുകൊണ്ടും, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിചാരിച്ചൊരു വിജയം അവർ 2014 പോസിബിൾ അല്ലാത്തതുകൊണ്ട് അത് ഇടയ്ക്കൊന്ന് ക്ഷയിച്ചു. മാത്രമല്ല വെള്ളാപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ശബരിമല വിഷയം വരുന്നത്. ശബരിമല വിഷയം വന്നപ്പോൾ എങ്ങനെയെങ്കിലും LDFനെ തോൽപ്പിക്കുക എന്നുള്ളതായി സാധാരണ ഈഴവൻ്റെ മനസ്സിലുള്ള ചിന്ത. അങ്ങനെയാണ് അവിടെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥികൾ, ആരിഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലത്തിൽ ആരിഫ് മാത്രമേ കേരളത്തിൽ ജയിച്ചിട്ടുള്ളൂ. ആരിഫിൻ്റെ വ്യക്തി സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ടും ആ മുസ്ലിം മേഖലകളൊക്കെ നന്നായി വോട്ട് ചെയ്തുകൊണ്ടും മാത്രമാണ് അവിടെ ഷാജിമോൾ ഉസ്മാൻ ചെറിയ വോട്ട് തുടങ്ങി ആരിഫ് അന്ന് ജയിക്കുകയും ചെയ്തത്. ആരിഫിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ജയിച്ചതാണ്. അവിടെ വൻതോതിൽ ഒരുപക്ഷെ ഈഴവർ ഏറ്റവും കൂടുതൽ BJPക്കും കോൺഗ്രസ് അനുകൂലമായി ചിന്തിച്ച സമയം ആ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ കോവിഡ് വന്നതൊക്കെ ചിത്രം മാറി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പം ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നതോടുകൂടി പിന്നെയും ചിത്രം മാറി. വെള്ളാപ്പള്ളിയും ഭാര്യയും തന്നെ ഓപ്പണായിട്ട് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വന്നു.
വോട്ട് ചോദിക്കാനോ വന്നു. അതൊരു വലിയ മാറ്റമായിരുന്നു. അപ്പോൾ അവർ പിടിച്ച വോട്ട് സത്യത്തിൽ ആരിഫിനെ വളരെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സമയത്ത് UDF തന്നെ പിന്നെ കുറേ ആരിഫിന് വോട്ട് ചെയ്ത കുറേ ആളുകൾ നരേന്ദ്രമോദിനെ പേടിച്ചിട്ട് മറ്റേ അവിടെ ദേശീയ നേതാവാണല്ലോ മത്സരിക്കുന്നത്, അയാൾക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ആരിഫിന് അവിടെ നെഗറ്റീവായി. പിന്നെ പാർട്ടി തന്നെ ആരിഫിനെ തോൽപ്പിക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഗ്രാജ്വലി ഒരു ഈഴവ പൊളിറ്റിക്സ്, ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം അവിടെയുണ്ട്. അവിടെയാണ് ഇപ്പോൾ അപ്പം സന്ദീപ് അജസ്പതിനെ പോലെ അത്യാവശ്യം കാര്യവിവരമുള്ള ഒരാൾ അവിടെ പ്രസിഡൻ്റായിട്ട് വരുന്നു. ശോഭ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. പിന്നെ സുരേഷ് ഗോപി ഈ പറഞ്ഞ എയിംസ് അവിടെ തന്നെ വരണം എന്ന് വാശി പിടിക്കുന്നു. കാരണം സാധാരണ രീതിയിൽ MP വിചാരിക്കും സ്വന്തം മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാം. സുരേഷ് ഗോപിൻ്റെ മണ്ഡലത്തിൽ വിശാലമായി കിടക്കുന്ന കാടും മേടുമൊക്കെ ഉള്ള മണ്ഡലമാണ്. അവിടെയും മെഡിക്കൽ കോളേജ് ഉണ്ട്, ഇവിടെയും മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരിന് ആണ് സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത്. പക്ഷേ സുരേഷ് ഗോപി അതല്ല ഇത്. സുരേഷ് ഗോപി അത് ആലപ്പുഴയ്ക്ക് വേണ്ടി പറഞ്ഞു. ആലപ്പുഴ നമുക്കറിയാം, ഈ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും ആലപ്പുഴ ജില്ലയുടെ കിടപ്പ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സ്ഥലമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അപ്പം ഇനിയും കണക്ടിവിറ്റി ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ആലപ്പുഴയാണ് ശരിക്കും ലോജിക്കലി നോക്കുമ്പം ഇപ്പം നമ്മൾ പരിഗണിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂരാണ്. ഈ 4 സ്ഥലങ്ങളിലും എന്തുണ്ട്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പം കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇഷ്ടംപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. തൃശ്ശൂർ എത്ര പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട് എനിക്കറിയില്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ആലപ്പുഴയിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആലപ്പുഴയ്ക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നൊരു ഫീൽ ഉണ്ടാകും. അത് നിലവിലുള്ള സാഹചര്യത്തിൽ BDJS അവരുടെ ശക്തി ശരിയായിട്ട് ഉപയോഗിക്കുകയും വെള്ളാപ്പള്ളി പഴയ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ ആലപ്പുഴയിൽ 1-2 സീറ്റുകളൊക്കെ ഒരു പക്ഷേ വേണമെങ്കിൽ ജയിക്കാം. ഇത് ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ കിടക്കുന്നത് വെള്ളാപ്പള്ളിയുടെ നിലപാട് ഇമ്പോർട്ടൻ്റ്. ആലപ്പുഴയ്ക്ക് പ്രത്യേകമായിട്ടല്ലേ? അപ്പം അദ്ദേഹം സുഷാദ് മാത്രം വിചാരിച്ച നടക്കില്ല, വെള്ളാപ്പള്ളി വിചാരിച്ചു. കാരണം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയായിട്ട് വളരെ ക്ലോസ് ആണ്. അപ്പം അതുകൊണ്ട് ഇപ്പം പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആലപ്പുഴ അവർക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ് BJP. ആലപ്പുഴയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജും വരുന്നു. പിന്നെ അവിടെയുള്ള ഈ പറഞ്ഞ ഈഴവ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് ഒരു ഭയങ്കര ദാരിദ്ര്യം കഷ്ടപ്പാടുണ്ട്. നായന്മാരുടെ ഇടയിലുണ്ട്, ഈഴമാരുടെ വളരെ വിസിബിളാണ്. നായർ ഇത് പുറത്ത് കാണിക്കില്ലല്ലോ. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന പത്തനംതിട്ട ജില്ലയിലുള്ള മണ്ഡലമാണ് തിരുവല്ല. അവിടെ BJP വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അനൂപ് ആന്റണി അനൂപിന് അവിടെ ഒരു സാധ്യതയുണ്ട് അവിടെ. പക്ഷേ ക്രൈസ്തവ മുഖവും കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച MLA-മാരിലും ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരിൽ ഒരാളായിട്ട് മാത്യു തോമസ് ആണ് എതിരെ മത്സരിക്കുന്നത്. മാത്യു തോമസ് ആയതുകൊണ്ടാണ് അവിടെ ജയിച്ചു വരുന്നത്. അതെ, അനൂപ് ഏതാണ്ട് അങ്ങനെ ഒരു ഇമേജ് ഉള്ള ഒരാളാണ്, ചെറുപ്പക്കാരൻ കൂടിയാണ്. പിന്നെ ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ട് ചെയ്യുന്ന അവർ വ്യക്തികൾക്ക് അവസരങ്ങൾക്കല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ആരാണ് ഗുണം എന്നുള്ള കാര്യം നോക്കിയിട്ട്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് ഇനി പറയാൻ പറ്റില്ല. മാത്രമല്ല LDF ഗവൺമെൻറ്റിൽ തവണ മാത്യു തോമസിനായിട്ട് ഒരു 1 സ്ഥാനം ഒന്നും കൊടുത്തിട്ടുമില്ല. വേണമെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ മാറ്റാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. 4 വർഷം കഴിയുമ്പോൾ 2.5 വർഷം കഴിയുമ്പോൾ മാറ്റാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അവിടെ അനൂപ് നല്ല കോൺഫിഡൻ്റ് ആണ് അവിടെ. അപ്പോൾ ആലപ്പുഴയിൽ BDJSന്റെ ഒരു കനിവ് ഉണ്ടെങ്കിലാണ്. അല്ല, BDJS നന്നായി. BDJS ഇല്ലാതെ അവിടെ BJP കാര്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അവിടെ കേരളത്തിൽ ഇപ്പം BJPക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം BDJSനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പ്രത്യേക പരിഗണന നൽകിയിട്ടില്ല. തുഷാറിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുക, തുഷാറിനെ പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന BDJSനെ ഒരു സംഘടനാപരമായി ശക്തിപ്പെടുത്തുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തിട്ടില്ലേ കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.